ബൈബിൾ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അർത്ഥവത്തായി തോന്നാത്തത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ നാം അനുവദിക്കുന്നില്ല എന്നതാകാം ഒരു കാര്യമല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും നൽകാത്തത് കൊണ്ടാണ് അവൻ പഠിപ്പിക്കുവാൻ പലപ്പോഴും അനുവദിക്കാത്തത്. ദൈവാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടാണോ നാം വചനം വായിക്കാറുള്ളത്? ജീവസന്ദേശം ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ വചനമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടെ വായിക്കാത്തിടത്തോളം കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുകയില്ല എന്നതാണ് വാസ്തവം. ദൈവശബ്ദം കേൾക്കുവാനുള്ള ആഗ്രഹത്തിനും താല്പര്യത്തിനും അനുസരിച്ച് ബൈബിൾ പാരായണം അനുഗ്രഹമായി തീരുന്നു. മനുഷ്യരോട് സംസാരിക്കുവാനും ഇടപഴകുവാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ദൈവവചനം തൻ്റെ പ്രമോദമാക്കിയ ഒരു ഭക്തൻ പാടിയത് നാം വായിക്കാറുണ്ട്. ദൈവവചനമാകുന്ന വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൻ്റെ പ്രാധാന്യവും ബൈബിൾ ദൈവത്തിൽ നിന്നും വന്നതാണെന്നും നാം കണ്ടു കഴിഞ്ഞു. ദൈവവചനം എങ്ങനെ പഠിക്കാം എന്നാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവവചന പഠനവുമായി ബന്ധപ്പെട്ട ഏതാനും മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനാകമാനം പ്രയോജനകരമായിരിക്കും. സാധാരണയായി നാം കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളോടൊപ്പം ഒരു മാനുവൽ ഉണ്ടായിരിക്കും, ലഘുപുസ്തകം. ഉദാഹരണത്തിന് മരുന്ന് വാങ്ങിയെന്നിരിക്കട്ടെ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടം വാങ്ങിയെന്നിരിക്കട്ടെ, അതിനോടൊക്കെ കൂടെ മിക്കവാറും കിട്ടും. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ അത് ശരിയാണെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ അതിപ്രധാന ഘടകമായ ദൈവവചന പഠനത്തിന് ഉതകുന്ന വഴികളും നിർദ്ദേശങ്ങളും ദൈവം നൽകാതിരിക്കുമോ? ലളിതവും പ്രായോഗികവുമായ 7 മാർഗങ്ങൾ അഥവാ പടികൾ ദൈവവചന പഠനത്തിനായി ഇവിടെ നിർദ്ദേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സമാനമായ മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. വളരെ പ്രാഥമികമായിട്ടുള്ള 7 എണ്ണമാണ് ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത്. ഒന്നാമതായി, പ്രാർത്ഥനയോടുകൂടി വചന പഠനം ആരംഭിക്കുക. വിശുദ്ധ ബൈബിൾ മറ്റ് പുസ്തകങ്ങളെപ്പോലെ അല്ല എന്നും ഇത് മനസ്സിലാക്കുന്നതിനായി നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ തുറക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ എന്നും നേരത്തെ പ്രകാശിപ്പിക്കൽ എന്ന വിഷയം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണല്ലോ. നമുക്കൊരു ഫിലോസഫി പുസ്തകം എടുക്കാം. അതൊരു മനുഷ്യൻ എഴുതിയ പുസ്തകമാകയാൽ ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. ഗണിതശാസ്ത്രത്തിൻ്റെയോ മറ്റേതൊരു വിഷയത്തിൻ്റെയോ കാര്യത്തിലും അത് അങ്ങനെയാണ്. മനുഷ്യനാൽ എഴുതപ്പെട്ട ഏതൊരു പുസ്തകവും മറ്റേതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ബൈബിൾ ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ്. പരിശുദ്ധാത്മാവ് അധ്യാപകനായിരിക്കാത്തിടത്തോളം കാലം ദൈവം ആഗ്രഹിക്കത്തക്ക വിധം നമുക്ക് ഇത് മനസ്സിലാക്കി തരുവാൻ ആരാലും സാധ്യമല്ല. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ദൈവവചനം പഠിക്കുവാൻ നാം തുടങ്ങുമ്പോൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയോടുകൂടി നാം ആരംഭിക്കണം.
119 സങ്കീർത്തനം 18 വാക്യത്തിൽ നാം വായിക്കുന്നു, നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് അതിനേക്കാൾ വിശാലമായി 66 പുസ്തകങ്ങൾ അടങ്ങിയ തിരുവചനം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുവാൻ. നിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. വേറൊരവസരത്തിൽ അത് പ്രാർത്ഥിച്ച് കാണുമായിരിക്കാം, നമുക്കറിയില്ല. അവർ വലിയ ധനികരാകണമെന്നും അവൻ പ്രാർത്ഥിച്ചില്ല. എഫേസ്യർക്ക് എഴുതിയ ചെറിയ ലേഖനത്തിൽ അവർക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാകുന്നു: അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. എഫേസ്യ ലേഖനം 1-15 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? എഫേസ്യ ലേഖനം 1-17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇതാണ് പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. അവർക്ക് പരിജ്ഞാനവും യേശുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ വെളിപ്പാടും ഉണ്ടാകുവാൻ പൗലോസ് പ്രാർത്ഥിച്ചു. അതായത് അവർ ദൈവവചനം അറിയണം. അത് മനസ്സിലാക്കാനായി അവരുടെ കണ്ണുകൾ പ്രകാശിക്കണം എന്നവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ക്രിസ്തുവിലുള്ള അവരുടെ വിളിയുടെ ആശ ഇന്നതെന്ന് അവർ തിരിച്ചറിയണം. ഇതായിരിക്കണം നാം നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുകയും നമ്മൾ ദൈവഹിതം അറിയുകയും വേണം. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്താണ് ദൈവഹിതം? ദൈവത്തിൻ്റെ വചനം. അതാണ് ദൈവഹിതം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അധ്യാപകനാകാതെ ദൈവവചനം മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് അതാണ് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ബൈബിൾ വായിച്ചാൽ തങ്ങൾക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല എന്നും പിന്നെ ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ഭാഗം വായിക്കുന്നതേ ഉള്ളുവെന്നും അനേകർ പറയാറുണ്ട്. ദൈവവചനം എന്തുകൊണ്ടാണ് നമുക്ക് അർത്ഥവത്താകാത്തത്, മനസ്സിലാകാത്തത്? ഞാൻ പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ നാം അനുവദിക്കുന്നില്ല എന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും പലപ്പോഴും നാം നൽകാറില്ല. ദൈവാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടാണോ നാം വചനം വായിക്കാറുള്ളത്? ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങൾ നാം അനുസരിച്ചിട്ടുണ്ടോ? മറ്റേതൊരു പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ വചനം. അത് ഞാൻ ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞു. കാരണം പ്രാകൃത മനുഷ്യന് ഈ കാര്യങ്ങൾ അംഗീകരിക്കുവാൻ സാധ്യമല്ല. അവൻ ഈ പറയുന്നതെല്ലാം ഭോഷത്വമാകുന്നു. ദൈവത്തിൽ നിന്ന് നമുക്ക് സൗജന്യമായി നൽകപ്പെട്ട കാര്യങ്ങൾ അറിയുവാനായി ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അവിടുന്ന് മാത്രമാണ് നമ്മുടെ അധ്യാപകൻ. ദൈവവചനം നമുക്ക് യാഥാർത്ഥ്യവും ജീവനുള്ളതുമാക്കി തീർക്കുവാൻ അവന് മാത്രമേ സാധിക്കൂ.
തൻ്റെ എഴുതപ്പെട്ട വചനത്തിലൂടെ നാമുമായി സമ്പർക്കം പുലർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നേരത്തെ കണ്ടതുപോലെ ഇതൊരു അമാനുഷികമായ പുസ്തകമാണ്. സ്വാഭാവികമായ തലത്തിൽ ഇത് നമ്മോട് ആശയവിനിമയം നടത്തുകയില്ല. കാരണം ക്രിസ്തുവിലുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവാത്മാവിന് മാത്രമേ സാധിക്കൂ. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായം 11 വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും, അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവാത്മാവ് നമ്മുടെ അധ്യാപകനായിരിക്കേണ്ടതിൻ്റെ കാരണം വളരെ ചുരുക്കമായും മനസ്സിലാകത്തക്ക വിധവും ഈ വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കുവാൻ കഴിയും, എന്നാൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. തലമുറകളുടെ വിടവ്, ജനറേഷൻ ഗ്യാപ്പ് എന്ന ഉപാധി പറഞ്ഞ് പ്രായമുള്ളവർക്ക് ഇന്നത്തെ തലമുറയെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന് വാദിക്കുന്നത് ശുദ്ധ അബദ്ധമാണ്. ഒരു വൃദ്ധനും യുവാവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും അവർക്ക് തമ്മിൽ ആശയവിനിമയം നടത്താമല്ലോ. കാരണം നാം എല്ലാം മനുഷ്യരാണ്, നമുക്ക് അന്യോന്യം മനസ്സിലാക്കാം. എന്നാൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഒരു ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് അവൻ്റെ മനോഭാവം എന്തായിരിക്കും എന്ന് ലാസറിൻ്റെ മരണസമയത്ത് ആ കല്ലറയ്ക്കൽ നിന്ന് കണ്ണുനീർ പൊഴിച്ച കർത്താവിൻ്റെ മനോഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അതെ, അതുപോലെയുള്ള അവസ്ഥയിൽ അവൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയാം. പല രംഗത്തും അവൻ്റെ മനോഭാവം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ബുദ്ധിമുട്ടില്ലാതെ വേറൊരാളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. മനുഷ്യർക്ക് തമ്മിൽ മനസ്സിലാക്കാം, എന്നാൽ ദൈവത്തെ ആർക്കാണ് മനസ്സിലാക്കുക? ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ദൈവത്തെ മനസ്സിലാക്കി തരുവാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ദൈവാത്മാവ് ആത്മീയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. റെനൻ എന്ന ഫ്രഞ്ച് സംശയവാദി, അഗ്നോസ്റ്റിക് അല്ലെങ്കിൽ നാം യുക്തിവാദി എന്ന് പറയുമല്ലോ, അയാൾ ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ചരിത്രഭാഗം, രണ്ടാമത്തേത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ വ്യാഖ്യാനം. ശ്രദ്ധിക്കണം, ചരിത്രഭാഗം മാത്രം നോക്കിയാൽ ഇത്ര മനോഹരമായി ക്രിസ്തുവിൻ്റെ ജീവചരിത്രം അവതരിപ്പിച്ചിട്ടുള്ള വേറൊരു പുസ്തകമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഇന്നത്തെ പല ചലച്ചിത്രങ്ങളും പോലെ മഹത്തായതാണ് റെനൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം. എന്നാൽ അയാൾ എഴുതിയ 2ാം ഭാഗം, അതായത് വ്യാഖ്യാനം, വെറും അസംബന്ധമാണ്. ഒരു പക്ഷേ 10-12 വയസ്സുള്ള ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി ഇതിലും ഭംഗിയായി ആ കാര്യം വിവരിച്ചേനെയും. എന്താണ് ഈ പരാജയത്തിനുള്ള വിശദീകരണം? റെനന് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടോ ബുദ്ധിയില്ലാഞ്ഞിട്ടോ ആണോ? അല്ല, അയാൾ ലോകപ്രകാരം വലിയ ജ്ഞാനിയാണ്, എന്നാൽ അയാൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ല. ആത്മീയ വിഷയങ്ങളിൽ വ്യാഖ്യാനം നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. സകല സത്യത്തിലും നമ്മെ നടത്തുന്ന നമ്മുടെ അധ്യാപകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമായിരിക്കണം. ആത്മീയ വിഷയങ്ങളിൽ കാണേണ്ടത് കാണുവാനും അറിയേണ്ടത് അറിയുവാനും നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ദൈവവചനം സത്യമായി വ്യാഖ്യാനിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ്, അസംബന്ധമാണ്. ഏത് ആത്മാവിനാൽ ദൈവവചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ദൈവവചനം വ്യാഖ്യാനിച്ച് കിട്ടുവാൻ വേണം നാം പ്രാർത്ഥിക്കേണ്ടത്. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ആവശ്യപ്പെടുവാൻ ദൈവവചനം നമ്മോട് പറയുന്നു. നമ്മുടെ അധ്യാപകനായിരിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ നാം വായിക്കുന്നത്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ
നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്നാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ അധ്യാപകൻ. നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നവൻ അവനാണ്. അവനെ കൂടാതെ ദൈവിക കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഈ പഠന പരിപാടിയിലൂടെ നാം എന്തെങ്കിലും പഠിക്കുന്നുവെങ്കിൽ അത് ഞാൻ അധ്യാപകനായിരിക്കുന്നതിനാലല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായി വചനത്തിൻ്റെ മർമ്മങ്ങൾ തുറന്നു തരുന്നതിനാലാണ്. നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ. ആയതിനാൽ ദൈവവചന പഠനത്തിനുള്ള ആദ്യ പടി പ്രാർത്ഥനയോടെ ആരംഭിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അധ്യാപകനായിരിക്കുവാൻ അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ഒറ്റ വാചകത്തിലെങ്കിലും പ്രാർത്ഥിക്കാതെ ഒരിക്കലും ദൈവവചന പഠനം ആരംഭിക്കരുത്. ദൈവവചനത്തിന് മുൻപിൽ നാം പൂർണ്ണമായും വിധേയപ്പെടേണ്ടതാണ്. ഒരുക്കമില്ലാതെ ദൈവവചനം വായിച്ചാൽ നമുക്ക് യാതൊന്നും ലഭ്യമാകുന്നില്ല. ദൈവവചന പഠനത്തിനുള്ള ഒന്നാമത്തെ മാർഗനിർദ്ദേശം പ്രാർത്ഥനയോടെ ആരംഭിക്കുക. ബൈബിൾ പഠിക്കുവാനുള്ള രണ്ടാമത്തെ നിർദ്ദേശം ദൈവവചനം വായിക്കുക എന്നതാണ്. ഇത് തീരെ ലളിതമായിപ്പോയി എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം. വായിക്കാതെ എങ്ങനെയാണ് പഠിക്കുക? അനേകരും ദൈവവചനം വായിക്കാതെ പഠിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ബഹുഭൂരിപക്ഷത്തിനുമുള്ളൂ. ബൈബിൾ പറയുന്നത് എന്താണെന്നറിയുവാൻ ബൈബിൾ മനസ്സിരുത്തി വായിക്കുക. നാം ഓരോരുത്തരും ദൈവവചനം വായിച്ചു അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കണം. ഒരു ദിവസം നമ്മൾ എത്ര സമയം ദൈവവചനം വായിക്കാൻ ചെലവഴിക്കാറുണ്ട്? ജി ക്യാമ്പൽ മോർഗൻ എന്ന വേദപണ്ഡിതൻ ബൈബിളിനെക്കുറിച്ച് അതിമഹത്തായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സഹായകമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണവ. ബൈബിളിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതുവാൻ തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ആ പുസ്തകം കുറഞ്ഞത് 50 പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പുസ്തകം 2-3 പ്രാവശ്യം വായിച്ചു എന്നതിനാൽ അത് ധാരാളമായി എന്ന് ചിന്തിക്കുകയും അതിൽ കൂടുതലാകുമ്പോൾ മുഷിഞ്ഞു പോവുകയും ആകുന്നുവെങ്കിൽ അത് ശരിയല്ല. എത്രയധികം വായിക്കാമോ അത്രയധികം പ്രാവശ്യം ദൈവവചനം വായിക്കുക. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ വായിക്കുക. തുടർച്ചയായി വായിക്കുക, മടുത്തു പോകാതെ വായിക്കുക. ഒന്നിലധികം ഭാഷകൾ മനസ്സിലാകുമെങ്കിൽ ആ ഭാഷകളിലെല്ലാമുള്ള ബൈബിൾ വായിക്കുക. നമ്മുടെ ഭാഷയിൽ തന്നെ ഒന്നിലധികം പരിഭാഷകൾ ലഭ്യമാണ്. ഈ കാലത്ത് ഓഡിയോ ബൈബിളിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ശ്രവിക്കാവുന്നതാണ്. അങ്ങനെ ബൈബിൾ ഏതെല്ലാം വിധത്തിൽ വായിക്കാമോ അങ്ങനെയെല്ലാം വായിക്കുക. ബൈബിൾ വായിക്കുന്നത് ഒരു ശീലമാക്കുക. ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന ഭാഗം വായിച്ച് തൃപ്തിപ്പെടരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ക്രമാനുഗതമായി സിസ്റ്റമാറ്റിക്കായി വായിക്കുവാൻ ശ്രദ്ധിക്കുക. അതിന് സഹായകമായ ഒരുപാട് ബൈബിൾ വായനാ ക്രമങ്ങൾ നമുക്ക് ലഭ്യമാണ്. വായിക്കുമ്പോൾ കുറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിലെങ്കിലും വായിക്കണം. കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധ മാറിപ്പോവുകയോ ഉറങ്ങിപ്പോവുകയോ ഇല്ല. ഇന്ന് രാവിലെ ബൈബിളിലെ ഏത് ഭാഗമാണ് വായിച്ചത് എന്ന് വൈകുന്നേരം ചോദിച്ചാൽ പലർക്കും അതിന് ശരിയായ ഉത്തരം ഉണ്ടാകാറില്ല. എന്നാൽ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ പ്രധാന വാർത്തകളോ ഇന്ന് കണ്ട സീരിയലിലെ കഥയോ ചോദിച്ചാൽ എത്ര കൃത്യമായിട്ടാണ് പലരും അത് പറഞ്ഞു തരുന്നത്. ഇനി വായിക്കുമ്പോൾ കളർ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധയോടെ വായിക്കുവാൻ നമ്മെ സഹായിക്കും. നിങ്ങൾ ഓർത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്യങ്ങൾ പല നിറത്തിൽ അടയാളപ്പെടുത്തുക. ഉദാഹരണത്തിന് ഒരു വാഗ്ദത്തമാകുന്നുവെങ്കിൽ പച്ച നിറത്തിലോ, ഒരു മുന്നറിയിപ്പാണ് വായിക്കുന്നതെങ്കിൽ ചുവന്ന നിറത്തിലോ അടയാളപ്പെടുത്തുക. അങ്ങനെ ഓർത്തിരിക്കുവാൻ നിങ്ങൾക്ക് സഹായകമായ വിധത്തിൽ ബൈബിൾ വാക്യങ്ങൾ അടയാളപ്പെടുത്തുക. ബൈബിൾ വായിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ചടങ്ങ് പോലെ ആകരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ദൈവവചനത്തിലെ സത്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ശ്രദ്ധയോടെ വായിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ പുസ്തകവും പഠിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യം ഒരു തവണ ആ പുസ്തകം ഒറ്റയിരുപ്പിൽ വായിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്.
നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെഹമ്യാവ് 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ, അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ടു വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുൻപാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ച് കേട്ടു. തിരുവചനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. 70 വർഷമായി യഹൂദന്മാർ ബാബേൽ പ്രവാസത്തിൽ ആയിരുന്നു. അവരിൽ അധികം പേരും ദൈവവചനം കേട്ടിട്ട് പോലുമില്ലായിരുന്നു. ആ കാലങ്ങളിൽ എഴുതപ്പെട്ട ന്യായപ്രമാണം അധികം പ്രചരിച്ചിരുന്നില്ല. ഇന്നുള്ള മാതിരി അസംഖ്യം പരിഭാഷകൾ എന്നില്ലായിരുന്നു. 1-2 കോപ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണമായിരുന്നു എസ്രാ പുരോഹിതൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അവൻ നീർവാതിലിൻ്റെ മുൻപിൽ നിന്നാണ് അത് വായിച്ചത്. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖപ്രകാരം ലേവി ഗോത്രത്തിലെ പുരുഷന്മാരെ ജനങ്ങളുടെ ഇടയിൽ ഓരോ സ്ഥലങ്ങളിലാക്കി വച്ചിരുന്നിരിക്കാം എന്ന് വേണം കരുതുവാൻ. എസ്രാ പുരോഹിതൻ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചതിന് ശേഷം ജനങ്ങൾക്കുള്ള സംശയങ്ങൾ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ലേവ്യരോട് ചോദിക്കുവാൻ അവസരം നൽകിയിരുന്നു. ലേവ്യർ അതിൻ്റെ ഉത്തരവും നൽകിയിരുന്നു. 7-ാം വാക്യത്തിൽ നമുക്കിത് കാണാം. ഇന്ന് നാം മനസ്സിരുത്തി മനസ്സിലാക്കണമെന്ന ചിന്തയോടെ ദൈവവചനം എത്ര അധ്യായങ്ങൾ വായിച്ചു. ദൈവവചനം പഠിക്കുന്നതിന് തടസ്സമായി അനേകം കാര്യങ്ങൾ ഇന്നുണ്ട്. അതിലൊന്ന് ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ തന്നെയാണ്. അനേക കമ്മിറ്റികളും അസംഖ്യം പരിപാടികളും കൊണ്ടാണ് ഇന്ന് സഭകൾ മുൻപോട്ട് പോകുന്നത്. സംഘടനകൾ, വിനോദങ്ങൾ, കമ്മിറ്റികൾ, കൺവെൻഷനുകൾ തുടങ്ങിയവയെല്ലാം ഉണ്ട്. എന്നാൽ ദൈവവചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും എത്ര സമയം കണ്ടെത്താറുണ്ട്? ദൈവവചനമില്ലാതെ ഏത് സഭയ്ക്കാണ് നിലനിൽക്കുവാൻ സാധിക്കുക? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പ്രാർത്ഥനയോടെ വായിക്കുവാൻ, മനസ്സിരുത്തി വായിക്കുവാൻ സാധിക്കണം. അതിനായി നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വീണ്ടും വായിക്കുവാനുള്ള ആഗ്രഹം കൂടി വരും എന്നുള്ളതാണ് ശരിയായ ബൈബിൾ വായനയുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നുമില്ലാത്തതിനാൽ ആ സമയം മറ്റു കാര്യങ്ങൾ അപഹരിക്കാതിരിക്കുവാൻ ഒരു ദൈവത്തിൻ്റെ പൈതൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രമോദമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.